പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു. ലോകേ ഞാനെൻ നോട്ടം തികച്ചു സ്വർഗ്ഗേ വിരോധിനായി. ലോകേ ഞാനെൻ ഓട്ടം തികച്ചു സ്വർഗ്ഗേ വിരോധിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ. പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയാൽ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാൽ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ. ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും
സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടും ഞാൻ. വേദോസം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യം. നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാമലയിലേക്ക് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കായി അരുളി ചെയ്തു. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് പോയി 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തു നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടെ എത്തുമ്പോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട്, അപ്പാ എന്ന് പറഞ്ഞ് അതിനെ അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും അങ്ങനെയെന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്തെ അവരെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു. വിറകടുക്കി തന്റെ മകൻ ഇസ്ഹാക്കിനെ കിട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മേൽ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന്, അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഇതാ ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടികായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്തൊരു ആട്ടിൻകൊട്ടേക്കും കൊമ്പ് ആട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടിൻകൊട്ടിനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വത്തിൽ അവൻ അപ്രത്യക്ഷനാകുമെന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. ലോകമാം ഗംഭീരവാരിതിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യവീടൊന്നുണ്ടാവിടെ എത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ. ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാൻ നിന്നാത്മാവിനാൽ യാത്ര ചെയ്യും ഞാൻ. ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. പൂർവപിതാക്കളും അപ്പോസ്തലർ ദൂരമേ ദർശിച്ചി ഭാഗ്യദേശം. ആകയാൽ ചേരാമെന്നെണ്ണി ലാഭം
ധന്യരെന്നെണ്ണി ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധപാളുങ്കിൻ കാടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഇമ്മ
ലോകത്തിലേകയാശ്രയം യേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം യേശു മാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോകയിമ്പം പ്രിയരേ നീ മതി വേണ്ടായി ലോകയിമ്പം പ്രിയരേ നീ മതി എന്നും വാഴ്ത്തി പാടും ഞാൻ എന്നും വാഴ്ത്തി പാടും ഞാൻ ലോകത്തിലേകയാശ്രയം യേശു മാത്രം ശോകങ്ങൾ ഏറി വന്നാലും ഉച്ചവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും വിൻശക്തിയായ നിത്യവും വിൻശക്തിയായ നിത്യവും ലോകത്തിലേകയാശ്രയം യേശു മാത്രം ശോകങ്ങളേറി വന്നാലും തേടിയതല്ല ഞാൻ നിന്നെ ക്രൂശിൻ സ്നേഹം തേടിയ പാപിയാമെന്നെ തേടിയതല്ല ഞാൻ നിന്നെ ക്രൂശമെന്നെ ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ മാറുവാനാവതല്ലേ നീ മാറുവാനാവതല്ലേ നീ ലോകത്തിലേകയാശ്രയം യേശു മാത്രം ശോകങ്ങൾ ഏറി വന്നാലും മാറായുണ്ടീ മരുമതിൽ സാരമില്ല മാറായി നാഥനാമേശു മാറായുണ്ടീ മരുമതിൽ സാരമില്ല മാറായി നാഥനാമേശു മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ മാറമധുരമാക്കിയിടും മാറമധുരമാക്കിയിടും ലോകത്തിലേകയാശ്രയം യേശു മാത്രം ശോകങ്ങളേറി വന്നാലും വിശ്വാസ കപ്പൽ താഴുമോ ഈയുലകിൽ ഈശ്വരമൂലനേറുന്നേ വിശ്വാസ കപ്പൽ താഴുമോ ഈയുലകിൽ ഈശ്വരമൂലനേറുന്നേ ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും വിശ്വാസനായക പ്രിയ വിശ്വാസനായക പ്രിയ ലോകത്തിലേകയാശ്രയം യേശു മാത്രം ശോകങ്ങളേറി വന്നാലും ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസ പോരിൽ നിൽക്കുവാൻ നിൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസ പോരിൽ നിൽക്കുവാൻ പാത്മോസിലത്ര ഞാൻ ഏകനായി പാർക്കണം പാത്മോസിലത്ര ഞാൻ ഏകനായി പാർക്കണം വിശ്വാസത്യാഗമില്ലാതെ
വിശ്വാസത്യാഗമില്ലാതെ ലോകത്തിലേകയാശ്രയം എന്റെ യേശു മാത്രം ശോകങ്ങളേറി വന്നാലും. ആവർത്തന പുസ്തകം 34-ാം അധ്യായം. ആവർത്തന പുസ്തകം 34-ാം അധ്യായം. അനന്തരം മോശ മേബാവ് സമഭൂമിയിൽ എരിയോവിന് എതിരെയുള്ള നോബെ പർവ്വതത്തിൽ പിസ്ഗായുടെ മുകളിൽ കയറി യഹോവ ദാൻ വരെ ഗിലെയാദ് ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രൈം ദേശത്തിന്റെയും മനശ്ശെയുടെ ദേശവും പടിഞ്ഞാറെ കടൽ വരെയും യഹൂദ ദേശമൊക്കെയും തെക്കേ ദേശവും ഈന്തനഗരമായ എരിഹോവിന്റെ താഴ്വീതി മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ. ഞാനത് നിന്റെ കണ്ണിനെ കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോവുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവനവനെ മോവാബ് ദേശത്ത് ബേത്പേരിന് എതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്നുവരെയും അവന്റെ ശവപ്പെട്ടിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. മോശം മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണു മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഇസ്രായേൽ മക്കൾ മോശയെക്കുറിച്ച് മോവാബ് സമഭൂമിയിൽ 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മോശയെക്കുറിച്ച് കരഞ്ഞ് വിലപിക്കുന്ന കാലം. കടമകളെല്ലാം തീരുന്നേ, പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
നീയാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുള്ളവനായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷകളെക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പങ്ങൾ നീ തരണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടനെ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യവും ശക്തിയും വാസവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമായിരിക്കുന്ന ദൈവമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവപ്രകാരം രക്ഷിക്കണമേ. ആമേൻ. ശുഭഹോല ബോല ബറോവൽ റൂഹോ ഗാദീശോ. പാപികളായ ഞങ്ങളുടെ അനുഗ്രഹങ്ങളെയും ഞങ്ങളുടെ നിന്നേക്ക് ചുറ്റുമാറാകണമേ. ആമേൻ. മരണമുള്ളവരെ പാപവർണ്ണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ശരീരപ്രകാരം മരണം അനുഭവിച്ച ഉത്തമന മരണമില്ലാത്തവരുമായ ദൈവമേ, നിന്റെ കരുണയുടെ പ്രത്യാശയും നശ്വരമായ ലോകത്തിനാഥനായിരിക്കുന്ന ഈ പിതാവിന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുമ്പോൾ ഇവനാത്മീയമായ പൂർണ്ണശ്വാസം നൽകണമേ. എന്റെ രാജ്യത്തിലെ വരുന്ന തോഴന്മാരോടുകൂടെ ഇവനെ ഇരുത്തുകയും ചെയ്യണമേ. ജീവനുള്ളവരും ജീവൻ നൽകുന്നവരുമായ പരിശുദ്ധാത്മാവായ ഏക ദൈവമേ, നീ ഉത്തമൻ മനുഷ്യമുള്ളവരാകുന്നുവല്ലോ. നിനക്ക് എന്നേക്കും ബഹുമാനം യോഗ്യമാകുന്നുവല്ലോ. അടുത്തുകനാഥന എന്നാത്മാവേ ഹാലേലുയ്യ. തിരുനാമത്തെ എന്റെ അസ്ഥികളെ അടുത്തുകനാഥനെ എന്നാത്മാവേ ഹാലേലൂയ. ഓർക്കുക തൽപ്രതിദാനങ്ങൾ. ഒഴിച്ചിടും നിൻ പാപങ്ങൾ ഹാലേലൂയ. വേദനകൾ കേകും ശമനം. നഷ്ടമനം ചെയ്യും ഹാലേലൂയ. കാരുണ്യത്താൽ താങ്ങും നിന്നെ മറക്കുമോ. നിന്നെ അണിഞ്ഞോരെ മുടിനു നാഥാ വെടിയരുതേ. ഭക്ഷിച്ചോരെ ധനം ഭക്ഷിച്ചിടരുതേ. നിന്നെ വാഴ്ത്തിയ വചനങ്ങൾ വിലപിക്കരുതേ. വേദനയാ മൃതരെ സന്ദർശിച്ച സുധാ കൃപയുടെ അരുൾ ചെയ്യണം. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാപവും മനുഷ്യരുമായ നല്ല ഉന്നതയും സദാ ഇപ്പോഴും ഇടപെടാതെ യോഗ്യതയുള്ളവരെ തിരണമേ. മരിച്ചവരെ പുനരുദ്ധാനം ചെയ്യിക്കുന്നവരും കബറടക്കപ്പെട്ട എഴുന്നേൽപ്പിക്കുന്നവരും ക്ഷീണമുള്ളവരുടെയും മനുഷ്യരുടെ ന്യായത്തിലും സകല ആത്മാക്കളുടെയും ജഡങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവരും മനുഷ്യന്റെ ആയുഷ്കാലത്തിന് വരവ് നിർണ്ണയിക്കുകയും മരണമുഖേന അതിനെ അഴിച്ചുമായച്ചു കളയും അക്ഷയും മനുഷ്യരുമായ ജീവിതത്തിനായി വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നതുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര സുരക്ഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായ സുഹൃത്തുക്കളുടെ ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യുക്തമാകുന്നു. ബലവാനായ ദൈവമായ കർത്താവേ, മഹനീയമായ നിന്റെ പ്രത്യക്ഷതയുടെ അവസാന ദിവസത്തിൽ പരിണാശീലമായി ഉദ്ധാനം ചെയ്യുകയും സകല പരിതരുടെയും അസ്ഥികൾ ശേഖരിക്കപ്പെടുകയും സൂര്യന്മാരിന്നു പോവുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി തീരുകയും ഭയങ്കര കാഹളങ്ങൾ ധ്വനിക്കുകയും ശുശ്രൂഷകന്മാരായ മാലാഖമാർ ഭയത്തോടെ നിൽക്കുകയും ഭയങ്കരമായ പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് സകലരുടെയും പ്രവർത്തികൾ പരിശോധിക്കപ്പെടുകയും ജ്ഞാനികൾ മൗനമായ സമർത്ഥന്മാർ വിസ്മയിച്ചു നിൽക്കുകയും നീതിമാന്മാർ മണവയിൽ സന്തോഷിക്കുകയും ദുഷ്കർമ്മികൾ അഗ്നിക്ക് ഭക്ഷണമായി നൽകപ്പെടുകയും പുണ്യവാന്മാർ പ്രകാശത്തിൽ ആനന്ദിക്കുകയും ദുഷ്ടന്മാർ പുറത്തെ അന്ധകാരത്തിലേക്ക് അയക്കപ്പെടുകയും വിശുദ്ധന്മാർ സന്തോഷിക്കുകയും ശ്രേഷ്ഠന്മാർ ആഹ്ലാദിക്കുകയും പാപികളാഴമേറിയ വഴിയിലേക്ക് വിധിക്കപ്പെടുകയും വലതുഭാഗം ചെയ്താൽ ശ്രേഷ്ഠപ്പെടുകയും ഇടതുഭാഗം നിത്യത്തിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗങ്ങളും അവരവർ അർഹിക്കുന്നു പ്രാപിക്കുകയും അവയ്ക്ക് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന ആ സമയത്ത് കർത്താവിന്റെ സ്വരൂപത്തിലും ശായനം സൃഷ്ടിക്കപ്പെട്ടവനായി ഈ ദാസൻ നിനക്ക് അനുകമ്പ തോന്നണമേ. നിന്റെ വിശുദ്ധ കൈകളാൽ നിർമ്മിക്കപ്പെട്ട അലങ്കരിക്കപ്പെട്ടതായ ഈ വാത്സല്യ സൃഷ്ടി നിനക്ക് സഹതാപം തോന്നണമേ. നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ഈ 10 കമ്പിയുള്ള കിണ്ണത്തെ കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നണമേ. മരണം നശിപ്പിക്കുകയും ചെതലിനും മുഴുവനും കൂടാതിരിക്കുകയും ചെയ്യുന്ന ഈ മാനുഷിക ജനങ്ങളെ കുറിച്ചും കോട്ടകളെ കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നണമേ. പൂഴിയായി തീരുന്ന ഈ സുന്ദരമായ ആകാരത്തെ കുറിച്ച് നിനക്ക് അനുവുണ്ടാകണമേ. മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രയിട്ടപ്പെട്ടവനും ജീവനുള്ള നിന്റെ തിരിച്ചരക്ഷം അനുഭവിച്ചിട്ടുള്ളവൻ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കുന്നതുമായ ദാസനിക്ക് അനുഗ്രഹമാണമേ.
പ്രീതിയോടുകൂടെ ഇവന്റെ ആത്മാവിനെ കൈക്കൊള്ളുകയും ദുഷ്ടാത്മാക്കളുടെ സ്ഥാനങ്ങളിൽ നിന്ന് കാത്ത് നിന്റെ മാലാകമാരാകുന്ന സേനകളുടെ സഹായത്താൽ അവന്റെ സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയാതിരിക്കുന്നവരോടുകൂടി നരക ശിക്ഷയ്ക്കായി ഇവനെ വിധിക്കരുതേ. നിന്റെ മനുഷ്യാവതാരത്തെ ദുഷ്ടരോടുകൂടെ നിന്നോട് ഒരുമിച്ചുള്ള ഇവനെ തള്ളിക്കളയരുതേ. മനുഷ്യപ്രീതിയാനുള്ള ദയതോന്നന്റെ മഹാകരുണയാൽ ഇവനെ ദർശിക്കുമാറാകണമേ. നിന്റെ തിരുവാസ്ഥലത്ത് ഇവനെ എത്തിക്കണമേ. നിന്റെ വിശുദ്ധന്മാർക്കുള്ള ഓഹരിയിൽ ഇവനെ ഉൾപ്പെടുത്തണമേ. നിന്റെ പ്രകാശമണറിൽ ഇവനെ ക്രമീകരിക്കണമേ. ജീവകരമായ പുനരുദ്ധാനത്തിൽ നിന്റെ വലതുഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്ക് ഇവനെ അർഹനാക്കണമേ. ഇവന്റെ കടങ്ങളുടെ മോചനത്താൽ ഇവനെ ആനന്ദിപ്പിക്കുകയും പിഴകളുടെ ക്ഷമയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. മഹനീയമായ നിന്റെ തേജസ്സാൽ ഇവനെ ആനന്ദിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്തുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ മഹത്വത്തിൽ ഇവൻ ശോഭിക്കുമാറാകണമേ. കർത്താവേ, ക്ഷണവും അപകടപൂർണമായ ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപിയുടെ നിന്റെ ദാസരുമായ ഞങ്ങളെ കരുണാപൂർണമായ നിര്യാണത്തിന് നിന്റെ ഭവനക്കാർക്കും മത്സരന്മാർക്കും ഉചിതവും നിനക്ക് പ്രീതികരവുമായ നല്ല അവസാനത്തിന് അർഹരാക്കണമേ. ഞങ്ങളിൽ ഒരുമയെ പോലും നിന്റെ രാജ്യത്ത് നിന്ന് അന്യനെ വേർതിരിക്കപ്പെട്ടവനാക്കി തീർക്കരുതേ. സ്നേഹം പൂർവ്വം നിന്റെ നീ വന്ന ഞങ്ങളെ രക്ഷിച്ചുപോലെ വീണ്ടും തിരികെ വന്ന് നിനക്ക് യോഗ്യമായ നിലയിൽ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. രക്ഷയുമേടും നിനക്ക് നിന്റെ വിധാനം വിശുദ്ധവുമായി ഉള്ളതാകുന്നു. ജീവതനെ മൃതിയാർന്നോരെ ഉത്ഥാനം ചെയ്യിപ്പോനെ ക്ഷണവും സ്തോത്രവും ഏറ്റോരാം പ്രതികളെ ജീവിപ്പിക്കാം. ലാസറിനെ കല്ലറിയുന്നും ആഹ്വാനം ചെയ്തതാക വിശ്വാസത്തോടും പൂണ്ടോ ഉത്ഥാനം നൽകിയിടേണമേ. മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണത്തിന് പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിനക്ക് അണച്ചതായ ഈ ധൂപം കൈകൊണ്ട പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നുള്ള മുഖപ്രസംഗിക്കും ഇവനെ അർഹനാക്കണമേ. സംസ്കാരി ഞങ്ങളോ ഈ പരിമളധൂപം ഇതിനാൽ നിൻ ശരണേ മരണമടഞ്ഞോർക്കാശ്വാസം സ്മൃതിയോടൊപ്പം നീ നൽകിയിടണമേ. ജീവപ്രദരാജൻ മഹിമേൽ വാനീതും മൃതരാ അഖിലർക്കും ജീവൻ മൃതരെല്ലാം കവൈമുദ്ധിതരായി പ്രാണൻ നൽകും നിന്നെ സ്തോത്രം ചെയ്തിടും. പാർക്കുമോ ഗാത്രം ഭക്ഷിച്ചുരിലും രുതിരം പാരം ചെയ്തോനെ ഞാൻ വെടിയാശിയോളിൽ അവനെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായൻ ഈശൻ ചൊന്നോ രാവചനം സ്തുത്യത്തോടെത്തി ശ്രീഭയാൽ രക്ഷിച്ചവന ഇനിയും വന്നേ താതാമ്യതയേറ്റി വരവേഗം ജയൻ ഈശോ കൃപനെ നാം സ്തോത്രം ചെയ് ആരാധിക്കണം. സോദരരേ വരുവിൻ ഖബറിൻ സംഹാരം പ്രത്യാകാരത്തെ മൃത്യുഹനിക്കുന്നു. ആദാമിൻ ക്ഷമയോർത്തി മൃതിയിൽ കേടിൽ മൃതിലോകത്തിൽ പൊടിയാമീ ഉലകത്തിൽ മോഹത്തെ വിടുവിൻ കരുണാപൂർണ നിൻ സൃഷ്ടിക്കേ ഗണമേ. പുതുമയോർപ്പിങ്കൽ മൃതരുടെ ഹോമായിൽ വന്നേറി കാണി മൃതികുമാരമ്പോൾ കൂടിയമാനവതൻ ദുർഭഗാത്രങ്ങൾ പാഴ്മൺ പാത്രങ്ങൾ ഭീകരമസ്തികളിൽ കൃമികൾ കുടികൊള്ളൂ. ഇത് കണ്ടാൽ താഴ്ത്തും തലകർവീഷ്ടന്മാർ നശ്വരലോകത്തെ സ്നേഹിപ്പോർ പാടും. പ്രിയരെ സുന്ദരരെ പാതാളം പൂകിൻ സങ്കടരംഗത്തിൽ ക്ലേശത്തെ കാൺമീ. അഴകെല്ലാം പോയി ചമയങ്ങൾ പാഴ മോദം നൽകും പരിമളമില്ലെവിടെങ്ങും. ആരെമോടിക്കും ദുർഗന്ധം വാരം ചാച്ചക്കാരനെയും നേരിടുവാൻ വയ്യ. സൗഭാഗ്യസ്ഥാനം കേൾക്കണമോ ശ്വാസം വംശവിധിക്കായി നീ
ആഗതനാകും നാൾ ഉന്നതമാം യെരൂശലേം നിന്നടിയാർ മോദകാരത്തിൽ വിമലന്മാരൊപ്പം സുനിത്യം പാടാൻ ഭാഗ്യം നേടണം. സ്വർഗപദേ മൃതരെ ജീവിപ്പിക്കണമേ, നിൻ ശരണേ ജീവൻ വിരമിപ്പിച്ചോരാം സകലവരേതർക്കും മോചനമേകണമേ. നിന്നുടെ വന്ദിനമതിലവർ മോദിക്കണമേ. അവരില്ലാതെ തേജോധാരികളായി മണവറയെ മോദാൽ പ്രാപിച്ചിടണം. സ്തുതികാരുണ്യത്താൽ സൃഷ്ടിച്ചോൻ ജനക സ്തോത്രം ശ്രീബായാൽ രക്ഷിച്ചോൻ തനയ സ്തോത്രം പ്രാണതനം പരിശുദ്ധാത്മാവേ ഞങ്ങളിലെപ്പോഴും മശിഹ രക്ഷകനേ. കനിവുണ്ടാകണമേ അടിയാരും മൃതരും നിന്നെ എന്നെന്നും സ്തോത്രം ചെയ്തിടും. സോദരരെ കൂടി എന്നെ ഓർത്തിടുവിൻ, നിങ്ങളുടെ സംസർഗം വിട്ടനെന്നേക്കും. യാത്ര പുറപ്പെട്ടേൻ ഭോജ്യമെനിക്കില്ല, എന്നെ കൈക്കൊള്ളുവാൻ പ്രിയരെ പ്രാർത്ഥിപ്പീൻ. നീ കൃപയാൽ എന്നെ മണ്ണാൽ സൃഷ്ടിച്ചു, പാതകി ഞാൻ പോകിടരുതേ പാതാളം. പാതകിയാൽ എന്നെ ഞാൻ നിന്നേക്കുന്നു, അൻപുടയോനെ നിൻ അർദ്ധിക്കുന്നെ. സൃഷ്ടിപതേ സൃഷ്ടിച്ചെന്നെ നിൻ വടിവിൽ വീടരുതേ നരകത്തിൽ ഞാൻ നാഥാ. അങ്ങേറാനെഴുതല്ലെങ്കിൽ തൃക്കനിവാൻ ഞാൻ മേവട്ടാപത്തെന്നെ വാതിൽക്കൽ. അരയിൽ കേട്ടിടും ശ്രീബായാം വാളാൽ ആത്മസ്ഥാനത്തെ നീ തരണം ചെയ്യും. ഈശൻ ജീവമയൻ നിന്നെ വേദനിലേക്കേറ്റും ജീവൻ നീ നേടും. സൗഭാഗ്യം പോകും ശുദ്ധന്മാരൊപ്പം നീ ആമോദിക്കും, ഖേദം നീങ്ങിടും. രക്ഷകനാമീശോ ജീവതനെ എന്നെ ജീവിപ്പിക്കുക, നിൻ കൃപയെ ഞാൻ വാഴ്ത്തും. അദ്രതയാൽ നാദാദേവാദാസന്നേ ഗണമേ പുണ്യം. നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി വനേ. വത്സലരെ പാതാളത്തിൻ വഴിയും പാർപ്പിടവും പാർത്താൻ നിങ്ങളെ വേർപിരിയാൻ എന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തു. പിന്നാലെ വന്നോൻ ദൂതൻ വീണാരൻ മീതെ വേഗം, ഞാനറിയാതെന്നെ നേരെ കൂട്ടിക്കൊണ്ടയോ പോയാ. അവരെ കാണാനൽപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചൻ, കേട്ടില്ലേൻ വാക്യം ദൂതൻ വാങ്ങിച്ചില്ലേൻ കൈക്കൂലി. സൃഷ്ടാവാം താതൻ സ്തുത്യൻ, രക്ഷകനാം പുത്രൻ വന്യൻ, കബറേന്തും പറുദീസായിൽ ചേർക്കും റൂഹസ്തോത്രാർഹൻ. ആർദ്രതയാൽ നാദാദേവാ ദാസനെ ഗണമേ പുണ്യം, നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി വനേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നമസ്കാരം ശുശ്രൂഷകളെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായിരിക്കുന്നവരോട് കരുണയുള്ള രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ വിശ്വസ്തരെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ രക്ഷിക്കണമേ. ഞങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിലനിൽക്കുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിന്റെ കൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ദൈവത്തിന്റെ മറിയമേ, പാപികളായ
ഭാവിയായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവമായ രക്ഷകനേ, ആമേൻ. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃ പ്രകാരം പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും എന്നെ സംരക്ഷിച്ച നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് നേരുവാനും എന്റെ വിശുദ്ധന്മാരുടെ ഒരുമിച്ച് നീക്കമസിക്കുവാനും എന്നെ സംഗതിയാക്കണമേ. സംരക്ഷകനാം നാദാ ദേവാ, ലോയാരാവും പകലും തിരുമുമ്പിൽ കേണേ പൂകട്ടൻ പ്രാർത്ഥന നിൻ സവിധം. ശ്രദ്ധിച്ചിടണമെൻ യാചനയെ മോഹിച്ചെന്നാത്മം ഹാരേ ലോയൗഹാലേ ലോയ എന്നുയർ പാതാളം പോകേ കുഴിയിൽ പെട്ടോരെ പോലായേ തുണയറ്റോരോടെ ഞാൻ പാറയ്ക്കുമോ മെൻമൂലം വാദാമൽ മൂലം സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരുവിരിൻ തിരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും പ്രാപവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതയും സദാ ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാനങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കവർക്കപ്പെട്ടവരെ ഏൽപ്പിക്കുന്നവരും ന്യായമായ കർത്താവിനെ സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടി ദിവസങ്ങളൊക്കെ സ്തുതിയും ബഹുമാനവും ആരാധനയും യുക്തമാകുന്നു. ആദിയിലുണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും നിലനിൽക്കുന്നവരും തന്റെ പിതാവിന്റെ മോശം വിശുദ്ധ മാതാക്കന്മാരോട് പെരുമാനിക്കുന്നവരും സംഖ്യാതീതമായ നിരങ്ങളും ഗണങ്ങളും മുതലാരികളും തിരുമുമ്പാകെ പരിശ്രമിച്ചു പരിശ്രമം നൽകുന്നു. ഭയങ്കരന്മാരായ ഗോപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗമേനും തന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തെ അട്ടസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദ്യഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമി ദ്രവിച്ച് ചേർന്നുപോയ സർവ്വശരീരങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാനിർമ്മിതാവ് നിലയിൽ സൃഷ്ടിശക്തിയുള്ളവരിനെത്താൻ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അന്തോഷങ്ങളെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപ്രവചനവും ഭയങ്കരമായ സമാസം വന്നു ഓടുകയും ചെയ്യുന്നു. ഫലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് എന്നുള്ള പ്രത്യാശയോടെ വാങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രിയദാസനെ വലുതുമായി നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനെന്ന് ഞാൻ അവന് വസിക്കുന്നു. അവസാന ദിവസം ഞാൻ അവനെ എടുത്ത് വിളിക്കുന്ന ജീവനുള്ള തിരുവാണ്ടലിച്ചുള്ള വചനം ഞങ്ങളും ഇവന്റെ നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പര്യതനത്തിന്റെ വലുതുമാകുന്നതുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനെ വിശുദ്ധാത്മാവിനെ സ്തുതിയും സ്വപ്നം കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിന്റെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകത്തോളം നീക്കം നാം പ്രാപിക്കുമാറാകട്ടെ. പ്രതിമഷിഹായിൽ പ്രാപിച്ചോരേ മരണം ബാധിക്കില്ലെന്നേവം ഉദ്ഘോഷിച്ച ശാസ്ത്രീശൻ മഹാകാരുണ്യവാനും ദയാലുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് എടുത്തിരിക്കുന്ന നിർദ്ദാമിച്ചിരിക്കുന്ന ഈ ദാസന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അടച്ചിരിക്കുന്ന ധൂപം കൈകൊണ്ട് സ്വർഗീയ ഊഷ്ലിമിൽ മോഹനീയമാസ്ഥാനങ്ങളെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുവനെ അർഹനാക്കുകയും ചെയ്യണമേ. പരിഗജവം പോകാമുടയോൻ നിന്നെ ആരായും എന്നാത്മാവോ ആദൂതൻ ചൊല്ലും നേരം പാരം ഘോരം ഖേദകരം കണ്ണീർ കവിളൊഴുക്കിക്കൊണ്ടാത്മാവോതുന്നു ശാന്തിയൊടുത്താനത്തോളം തനുവേ നിവസിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവസുധ വഴി യാത്രയിലൻ പാതേയം നീയാം ജഗതി പോഷകനെ പശിയിൽ നീ എന്നെ പോറ്റി ഞാനെറിയരുതേ നിന്തനുരുതിരങ്ങൾ എന്തനു വീണ്ടും വാസന വീശുമ്പോൾ മാമോദിസ എനിക്കോർത്താൽ മുങ്ങാത്തൊരു നൗക നാദാ നിൻ കൃപ കാണണമേ ഞാനോദ്ധാരത്തിൽ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. വേർപാടിൻ വേളയിലാത്മം നെയ്യോടുര ചെയ്യും എന്തുപകാരം എനിക്കേകും ധനസമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തെന്നാകിൽ ഫലമുള്ളവായോനെ വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി ഭീകര സിംഹാസന സമിതം പോകും നേനുണ്ട് ഹല്ലേലൂയ ചെയ്തികളറിയിപ്പാൻ മേലൈനു ആധാരേ ആർദ്രതയാൽ നാദാ ദേവാ ദാസനെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ രക്ഷിപ്പാൻ വന്നോൻ മശിഹ നീയൻ സങ്കേതം മിത്രം ചാവിനുള്ളിൽ പാതാളത്തിൽ നിൻ ശ്രീമായാണെൻ ദീപം എന്നെ പാടാസന്നം ഞാൻ നിങ്ങൾ നിന്നിപ്പോൾ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെ ഓർപ്പേൻ നിങ്ങൾ വത്സലരേ ശാന്തിയാവാഴ്വിൻ താതന്മാരെ പ്രാർത്ഥിപ്പിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു കേൾക്കുക ദേവാ നിൻ ശരണേ നിദ്രയിലായോരാത്മത്തെ നിൻ കൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ ബലമായിവരെ ആർദ്രതയാൽ നാദാ ദേവ ദാസനെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ ബലമായിവനെ. നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പിതാവിന്റെ വിയോഗത്തിൽ ദുഃഖാർത്തരായി കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാദികളെ വരുന്നേ മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് ഓരോ മരണം നമ്മെ ഓർപ്പിക്കുന്ന കാര്യമാണ്. ഒരു പിതാവ്, ഒരു ഭർത്താവ്, സഹോദരൻ, സഹപ്രവർത്തകൻ, സുഹൃത്തെന്ന വിവിധ നിലകളിൽ വളരെ സന്തോഷകരമായി ഇൻഡോറിന്റെ ഈ ലോകത്ത് താൻ പരിചയപ്പെടുന്ന എല്ലാവരുമായി വളരെ സ്നേഹവും സൗമ്യവുമായ ഒരു നല്ല ബന്ധം പുലർത്തുന്ന ഈ പിതാവിന്റെ വിയോഗം തീർച്ചയായും നമുക്ക് ഏവർക്കും ഏറെ പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് ഞാനൊരു തർക്കവുമില്ല. പക്ഷെ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്ന് വിശ്വസിക്കുകയും ചെയ്ത ഏവരുമെങ്കിലും ഞാൻ അവനിൽ വസിക്കുന്നു, അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുന്നു. ദൈവത്തിന്റെ രണ്ടാമത്തെ അറിവിൽ ഡ്യൂറിംഗ് ഹിസ് സെക്കൻഡ് കമ്മിങ് obviously all the departed will raise up. So we should have a strong faith and we should have a hope that we will meet again. So it's not a permanent departure. ഒരാളും മരണത്തിലൂടെ എന്നേക്കുമായി അകന്നു പോവുകയല്ല ചെയ്യുന്നത്. അവരുടെ ആത്മാവ് നമ്മുടെ കൂടെ സജീവമാണ്. പ്രത്യേകിച്ച് എനിക്ക് മക്കളെയൊക്കെ ഓർപ്പിക്കാനുള്ളത്, നിങ്ങളുടെ പിതാവ് മരിച്ചു, ഫിസിക്കലി നിങ്ങളുടെ ഫാദർ നിങ്ങളുടെ കൂടെ ഇല്ല, ബട്ട് സ്പിരിച്വലി ഓൾവേസ് ഈസ് വിത്ത് യു. He has reached at the bosom of Abraham, so he will be praying for you, he will be blessing over there. So that hope, that faith should support you and strengthen you. അതുകൊണ്ട് കരഞ്ഞ അലമുറയിട്ടല്ല യാത്ര അയക്കേണ്ടത്, പിന്നെയോ സന്തോഷത്തോടുകൂടെ ആ ധൈര്യത്തോടുകൂടെ വീണ്ടും കാണാം എന്നുള്ളൊരു പ്രത്യാശയോടുകൂടി ഈ പിതാവിനെ യാത്ര അയക്കുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് മക്കൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പിതാവ് ഞാനുമായി ഈ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള സ്നേഹബന്ധമാണ് ഉള്ളത്. എപ്പോൾ കണ്ടാലും വളരെ താല്പര്യത്തോടെ സ്നേഹത്തോടെ, നിങ്ങളുടെ മാത്രം പപ്പായല്ല, ഇൻഡോറിന്റെ മുഴുവൻ പപ്പായായിട്ട് ജീവിച്ച ഒരു വന്യ പിതാവാണ് നമ്മിൽ നിന്ന് വാങ്ങിപ്പോയി. അതുകൊണ്ട് ആ വിടവ് തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും വേദനയുള്ളൂ. പക്ഷേ അപ്പോഴും വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ സന്തോഷത്തോടെ ഈ പിതാവിനെ യാത്ര ചെയ്യുന്നത് നമുക്ക് ഏവർക്കും കഴിയട്ടെ. ഇപ്പോൾ അന്ത്യചുംബനത്തിന്റെ സമയമാണ്. അന്ത്യചുംബനത്തിന് ശേഷം നമുക്ക് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണമാണ്. കാലാവസ്ഥ അല്പം പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യം, അതുകൊണ്ട്
അധികം മഴ പെയ്യുന്നതിന് മുമ്പേ നമുക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്താൽ അത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. എനിക്കറിയാം കുറച്ച് സമയം കൂടി പപ്പായോട് വെക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വെദർ ഈസ് നോട്ട് സപ്പോർട്ടിംഗ് us, so kindly cooperate with the systems. ഇപ്പോൾ അന്ത്യചുമരം നിങ്ങൾക്ക് നൽകും. വത്സലഹേ ദൂര എന്തിനു നിൽക്കുന്നേ അരികിൽ വരും ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനവൻ പേർക്കായി പാടിടുവിൻ വൃത്തിപാരാളകവാടത്തിൽ ബന്ധിച്ചെന്നേ മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും വിളികൂട്ടും ഓർക്കാൻ വെളിവാകും നാഥാ നിൻ ദൈവികമാം വലഭാഗം നിർത്തണമെന്നേ വത്സലനേ സത്യം ഭയമാർന്നേ കഠിന ഭയത്താലിളകിടുന്നു കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പൂച്ചെടി പോലെ പാർക്കുമോ മരണമടഞ്ഞൊരു ദാസേരനിൻ ജീവാസരമതുണർത്തണമേ കബറീനുദ്യാനത്തിനായി സൗമന്മാലസ്ഫുരിയായി ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ പ്രതരാമേവർക്കും നൽകുന്നു കബറുകളിൽ നിന്ന് അവരവരോടേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ രക്തം പാനം ചെയ്യുമോ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പരിശുദ്ധരുടെ സംബന്ധവും വാസുദേവമാർത്താവേ എന്റെ സല്ലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്ന പ്രിയ ദാസന്റെ ആത്മാവിന്മേലും താങ്കളുടെ മേലും ഇനി ബാക്കിയുള്ള ശുശ്രൂഷകളുടെ ക്രമേണയുടെ മേലും അനുകൂലമായ കാലാവസ്ഥയിൽ ഇപ്പോഴും നാം ഉണ്ടായിരിക്കുമാറാകണമേ. आप लोग थोड़ा इधर साइड में आ जाइए. अभी the model remains will be ൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ് ദൈവമുണ്ട് അങ്ങു പുത്രനുണ്ട്
ദൈവദൂതരുണ്ട്. എനിക്കായൊരു മോക്ഷവീട് വിണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. കൂടാരമാകുന്ന എൻ ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും. കൂടാരമാകുന്ന എൻ ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും. പോകാമെനിക്കെന്റെ രക്ഷകന്റെ രാജമദീനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പുമങ്ങൊട്ടുമില്ല. പോകാമെനിക്കെന്റെ രക്ഷകന്റെ രാജ്യമദീനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പുമങ്ങൊട്ടുമില്ല. നോടി നേരത്തേക്കുള്ള ലഘുസങ്കടം അനവധി അതിനുള്ള അവസരമെടുത്ത് നൽകി നിങ്ങൾക്ക് മുമ്പ് വന്ന് പ്രദർശനം കാണാവുന്നതാണ്. If anyone wishes to pay homage, it's an opportunity. You can come forward. മെമ്പറായിട്ട് ഇടവകയെ സ്നേഹിക്കുകയും ഇടവകയ്ക്ക് എല്ലാ ഉന്നതനും എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പി വർഗീസ് അങ്കിൾ. അങ്കിളിനെ സ്മരിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സീനിയർ മെമ്പറായിരിക്കുന്ന
വർഗീസ് പത്രോസ് അങ്കിൾ 2 വാക്ക് സംസാരിക്കും. ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് സെക്രട്ടറി, മരണം എന്ന് പറയുന്ന യാദൃച്ഛ്യവും ഒരു യാദൃച്ഛ്യവുമായിട്ട് സംഭവിക്കുന്ന അതിനെ ആർക്കും തള്ളിപ്പറ്റാൻ നമുക്ക് സാധിക്കും. ടി വി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വർഷങ്ങളായിട്ട് ഞാൻ ഒരു കോളേജിൽ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ഒരു കുടുംബം പോലെ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. ഇവിടെ ഒരു കോളനിയുണ്ട്, ക്ലബ് കോളനി എന്ന് പറയും. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബം അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് വളരെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇടവകളുടെ കാര്യം പ്രവർത്തനത്തിലാണെങ്കിൽ എന്ത് സഹായങ്ങൾ ചോദിച്ചാലും ആ ഫാമിലി ചെല്ലി വന്നിട്ടുണ്ട്. ഞങ്ങൾ നൽകാതെ ഇവിടെ ട്രസ്റ്റിയായിരുന്നു. ഈ പള്ളി പഠിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി ഡൊണേഷൻസും ഒത്തിരി സാധനങ്ങളും സമാനമായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ പള്ളിയുടെ ഫണ്ട് റൈസിന് വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ ചെയ്തപ്പോഴും ആ ടീമിനെ എല്ലാം അവരുടെ വീട്ടിലാണ് താമസിച്ചതും സൗകര്യങ്ങളും ചെയ്തതെന്നുള്ളത്. ഈ പപ്പ മമ്മി എന്ന് പറയുമ്പോഴേ ആ കോളേജിൽ വളരെ വാച്ചുള്ള ആൾക്കാർ താമസിക്കുന്നത്, ഇൻക്ലൂഡിങ് മൈസെൽഫ്. അപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഒരൊറ്റ ഫാമിലിയാണ്. ഈ കുട്ടികളെല്ലാം ഷേർലിയും ഷിബുവും ഒക്കെ പപ്പ മമ്മി എന്ന് പറയുമ്പോഴേ ഞങ്ങളെല്ലാവരും അവിടെ ഇട്ട് ചെല്ലുമ്പോൾ ഞങ്ങളും അദ്ദേഹത്തെ പപ്പ എന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹത്തിന് പപ്പ എന്നുള്ള പേര് കിട്ടിയത്. നമ്മുടെ ബിസിനസ്സിലെ നടത്തിക്കൊണ്ടിരുന്ന വർഗീസ്, ടി വി വർഗീസ് ലാസ്റ്റ് അംഗമാണ് ഇപ്പോൾ നമ്മളിൽ നിന്ന് വിടവാങ്ങി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ചരമം നമ്മുടെ ഇടവകയ്ക്കും വ്യക്തിപരമായിട്ടും നമുക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിന് നിത്യശാന്തി ചേരുകയും അവരുടെ കുടുംബത്തിന് എല്ലാ ആശ്വാസവാക്കുകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കും. പ്രിയപ്പെട്ട അങ്കിളിന് രോഗമുണ്ടായാൽ ചികിത്സ നേടുകയും എന്നാൽ കഴിഞ്ഞ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ കൊണ്ടത് ശ്രമിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 7-ാം തീയതി പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഹൂസോയെ നൽകിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഹൂസോയെ കൊടുക്കുകയാണ്. അവസാനത്തെ ആള് ഹൂസോ കഴിഞ്ഞ് വെറുതെ പടിഞ്ഞാറ് ഭാഗത്ത് നോക്കിയപ്പോൾ പപ്പായും അമ്മയും കൂടെ ബൈക്കിൽ ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇവര് കുർബാന അനുഭവിക്കാനാണോ വന്നത് എന്നെനിക്കൊരു തോന്നലുണ്ടായി. പക്ഷേ അവർ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടം വരെ വരാൻ ഏകദേശം ഒരു 3-4 മിനിറ്റ് എടുക്കുമെന്നുള്ളൊരു കണക്കൂട്ടലിൽ അത്രയും നേരം ഇവിടെ നിൽക്കുവാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ മധുവായിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഞാൻ പ്രവേശിച്ച ഉടനെ എൻ്റെ ശുശ്രൂഷകരിൽ ഒരാളോട് ഞാൻ പറഞ്ഞു, പപ്പായും അമ്മയും വന്നത് എനിക്ക് തോന്നുന്നു കുർബാന അനുഭവിക്കാനാണ്, അതുകൊണ്ട് ഒന്ന് പോയി ചോദിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ജോബിനോടാണ് ഞാൻ പറഞ്ഞത്. ജോബിൻ ചെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ആണച്ചാ അവർ രണ്ടൊരു കുർബാന അനുഭവിക്കാനാണ് വന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ട് വീണ്ടും അവർക്ക് ഉത്സവം കൊടുത്തു, കുർബാന നൽകുകയും ചെയ്തു. അത് ഒക്കെ ഒരു ദൈവനിമിത്തമായിട്ട് ഞാൻ കരുതുകയാണ്. അന്ന് കുർബാന സ്വീകരിക്കാൻ തക്കവണ്ണം ഒരുങ്ങി വന്നു. ദൈവസന്നിധിയിലേക്ക് പോകുമ്പോഴും ഒരു ഒരുക്കത്തോടു കൂടി തന്നെയാണ് ഈ പിതാവ് പോയത് എന്നതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇടവകയേറെ സ്നേഹിക്കുകയും ഇടവകയുടെ എല്ലാ നന്മകളും എല്ലാ ഉയർച്ചയും എപ്പോഴും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഈ പ്രിയ പിതാവിന് ഇടവകയുടെ ആദരാഞ്ജലികൾ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇടവകയുടെ സെക്രട്ടറി റീത്ത് സമർപ്പിക്കുന്നു. ഈ കുടുംബം ഇടവകയുടെ സെന്റ് സ്റ്റീഫൻസ് പ്രെയർ ഗ്രൂപ്പ് അംഗങ്ങളാണ്. സെന്റ് സ്റ്റീഫൻസ് പ്രെയർ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിന്റെ സെക്രട്ടറി മിസസ് ഷൈനി ബാബു ഇപ്പോൾ റീത്ത് സമർപ്പിക്കും. സെന്റ് സ്റ്റീഫൻസ് പ്രെയർ ഗ്രൂപ്പിലെ ആരിലും 1-2 പേര് മുമ്പോട്ട് വന്നിട്ട് ഇടവകയിലെ മുതിർന്നവർ നമ്മുടെ ഇടവകയുടെ സീനിയർ സിറ്റിസൺ ഫോറത്തിലെ അംഗങ്ങൾ കൂടിയാണ്. സീനിയർ സിറ്റിസൺ ഫോറത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിസസ് ബീന ജോൺസൺ ഇപ്പോൾ റീത്ത് സമർപ്പിക്കും. ഒരു വന്നില്ലെന്ന് തോന്നുന്നു, വന്നതേ ഉള്ളൂ. സീനിയർ സിറ്റിസൺ ആരെങ്കിലും വെച്ച് വർഗീസങ്ങളുടെയിലും രാജനങ്ങളുടെയിലും കൊടുത്തു. നിങ്ങൾ ഇൻഡോർ കേരള സമാജത്തിന് വേണ്ടി അതിന്റെ ചുമതലപ്പെട്ടവർ ഇപ്പോൾ റീത്ത് സമയത്ത് തന്നെ ഇൻഡോർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പേരിലുള്ള റീത്ത് മിസസ് റീച്ചൽ സജി സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അങ്കിളുടെ കുടുംബാംഗങ്ങളും
സുഹൃത്തുക്കളും ബന്ധുക്കളുമായി സന്നിഹിതരായിരിക്കുന്ന സുഹൃത്തുക്കളെ, അത്യധികം ദുഃഖത്തോടെയാണ് ഇന്ന് രാവിലെ അങ്കിളിൻ്റെ വേർപാട് അറിയുന്നത്. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ആത്മീയ ബന്ധമാണ്. കഴിഞ്ഞ സാധാരണ ഓൾമോസ്റ്റ് എല്ലാ മാസവും അദ്ദേഹം സംസാരിക്കും, ഫോൺ ചെയ്യാറുണ്ട്. സാധാരണ ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അദ്ദേഹം പറയാറുള്ളതും വെറുതെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് അറിയാൻ ഉള്ള ഒരാശ കൊണ്ട് മാത്രം സംസാരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ എന്നോട് മാത്രമല്ല ഞങ്ങളുടെ പല സുഹൃത്തുക്കളോടും അദ്ദേഹം വിളിച്ച് സംസാരിക്കാറുണ്ട്. ആ ആത്മീയബന്ധം കേരള സമാജവും ആയിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധത്തെപ്പറ്റി ഞാൻ കൂടുതൽ അറിയിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ആൾക്കാരുടെ ഇവിടുത്തെ പ്രസൻസും വീട്ടിൽ കണ്ട പ്രസൻസും നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞങ്ങൾ എത്രത്തോളം എല്ലാവരുടെയും പപ്പായായിട്ട് ജീവിച്ച അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമില്ല. നിങ്ങളുടെ വേദനയിൽ കേരള സമാജവും എൻ്റെ കുടുംബവും വേദനിക്കുന്നു, നിങ്ങളോടൊപ്പം സഹകരിക്കുന്നു എന്ന് മാത്രം നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ദൈവം എന്നും നിത്യശാന്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊപ്പം ഞങ്ങളുടെ എല്ലാ സംവേദനവും അറിയിച്ചുകൊണ്ട് കേരള സമാജാംഗങ്ങളോട് പ്രത്യേകമായ നന്ദി കുടുംബത്തിന് വേണ്ടി അറിയിക്കുന്നു. ഈ പിതാവിനെ അനുസ്മരിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത് അദ്ദേഹം നൽകിയിട്ടുള്ള സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെയാണ്. ഈ ഇടവകയുടെ ഒരു ചെറിയ ശുശ്രൂഷ എന്ന നിലയിൽ ഞാൻ പലപ്പോഴും ഭവനത്തിൽ ഹൗസസ് നടത്തിയിട്ടുള്ളപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനുമൊക്കെ ആ കരുതൽ ഈ പിതാവിന് ലഭിച്ചിട്ടുണ്ട്. വളരെ താല്പര്യത്തോടെ വളരെ സ്നേഹത്തോടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ പിതാവിൻ്റെ വിയോഗം തീർച്ചയായിട്ടും കുടുംബത്തിന് പോലെ തന്നെ ഇടവകയ്ക്കും ദേശത്തിനും അദ്ദേഹത്തെ പരിചയമുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾക്കൊക്കെ ഒരു വലിയ വിയോഗമാണ്. പക്ഷേ ഞാൻ വീട്ടിൽ വെച്ച് ഓർപ്പിച്ചതുപോലെ തന്നെ ഇതൊരു നഷ്ടം അല്ല. തീർച്ചയായിട്ടും അദ്ദേഹം he is with us. Physically he is not with us, but his spirit will be always with us. So he will be uploading all of us in his prayers. So let's also uphold him in our prayers so that we can meet him during the second coming. കാലാവസ്ഥ അല്പം അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ തന്നെ ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. We are going to start our prayers. If in between whoever wants to pay homage, they can come silently pay homage and they can go back and take their respective places. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ വിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങൾ ശുശ്രൂഷകളെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് കരുണയുള്ള മെശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞവരെയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നീ വർത്തമറിയുമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. രണ്ട് ലോകങ്ങളിലും എന്നേക്ഷപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട ഈ വ്യർത്ഥ ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്കും നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച്
മുഖപ്രസന്നതയോടെ തന്നെ എതിരേൽക്കുവാനും സംഗതിയാക്കണമേ. ആവോ കാദീശോ. ആമേൻ. മൃതനെ പോൽ ഞാൻ വിസ്മൃതനായി, ഹാലേലൂയ്യ. പാഴ്പാത്രം പോലായി ഞാൻ, ആളുകളേറ്റം എനിക്കെതിരായി, ഹാലേലൂയ്യ. ആലോചിക്കുന്നതു കേട്ടേൻ, എന്നാത്മമെടുക്കാൻ അവരൊത്തു, ഹാലേലൂയ്യ. നാദാ ശരണപ്പെട്ടേൻ നിന്നിൽ, ചൊന്നേൻ നീതാൻ ദൈവം, ഹാലേലൂയ്യ. നിൻ കയ്യിൽ താൻ കാലങ്ങൾ ബാറയ്ക്കുമോ. ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. സത്തമനെ കരുണാപൂർണ വിധിയേൽക്കരുതേ, നിന്നടിയാർ തിരുമുമ്പിൽ ജയമാർന്നോനാർ വിധി ചെയ്യല്ലേ. നീ അവരെ കർത്താവേ, അവരെ അൻപാൽ ജീവിപ്പിക്കണം നിന്നെ, ഞങ്ങളിതാ വാഴ്ത്തിയിടുന്നു. പറക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടവിടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടിയ ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യുക്തമാകുന്നു. ആദ്യന്തമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാനത്തിലും കർമ്മയിരിക്കുന്നതിനുമായ കർത്താവേയും നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ള കാരുണ്യമുള്ളവനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി ഉൾപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യ സംഹാരനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമശിഹ എന്ന നിന്റെ വാത്സല്യപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്തിന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയായ സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കുന്നവരായ സമാധാനമാലാകമാർ മൂലം ഇവന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവന്റെ ആത്മാവിനെ രക്ഷകൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടർത്തണമേ. തിരുനാമ ഭക്തരും തിരുവിഷ്ടം ആചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്ന പോലുള്ള സേനകൾ ഈ പിതാവിന് ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഈ പിതാവിന്റെ തെറ്റുകളെ നിന്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി ചൂടുകണമേ. കൃപാപൂർണമായ വലത് കൈവനെ നീട്ടിക്കൊടുത്ത രണ്ടാം മരണമാകുന്ന ചൂഴിയിൽ നിന്ന് ഇവനെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഇവനെ രക്ഷകൊള്ളണമേ. ഇവന്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്ക പോലെ ഇവനെ നിവേദിക്കരുതേ. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാണല്ലോ. കർത്താവെ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഇവനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നെ അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവന്റെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൻ വിശ്വസിത ജയമുള്ള സ്ലീബാ ഇവന് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണ ഇവനിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിലെത്തുന്നവരെ ഈ നിന്റെ ദാസന് കോട്ടയം അന്യായും കാവൽക്കാനും സഹായമായിരിക്കണമേ. അവിടെ ആദ്യന്തമില്ലാത്തതായി നിന്റെ മഹിമയിൽ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവനെ സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടുപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാതെ സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാൻ ഇടയാക്കണമേ. കർത്താവേ, കരുണാദൃഷ്ടിയായി ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നം നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും
അവനവൻ്റെ ആവശ്യത്തിനനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്തുനിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മഷിയാനുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളെല്ലാവരും, എല്ലാ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നമുഖങ്ങളോടുകൂടി എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവെ, മുൻകൂട്ടി ദ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായ രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിൻ്റെ ദാസരുമായ ഞങ്ങളെല്ലാവരെയും ആദ്യന്തമില്ലാത്തതിൻ്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രൻ നിന്റെ പരിശുദ്ധ റൂഹായി സൂചിച്ചു പോഴ്ത്തുവാൻ യോഗ്യരാക്കി തീർക്കണമേ. ഹോഷോ വബുഖൂല സുബാൻ ലവൽ മെൻ. ദൈവത്തിന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നേക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. മരണം പ്രാപിച്ചഴുകിപ്പോയോ നാം ലാസറിനെ കബറിൻ ആഹ്വാനം ചെയ്ത സ്രഷ്ടാവിനാജ്ഞ ധ്വനിയുദ്ധാന മഹാദിവസേ മൃതരെ ഏറ്റി ചേർക്കും യോശാതാവെന്നാം സാനുസ്ഥാനത്തിൽ അരജനിരിക്കും ത്രോണോസിൽ സത്യവിധിക്കായി തലമുറകൾ വന്നെത്തിയിടും. നാദ സർവേശ എന്മേലെന്നാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രാണപ്രദനല്ലോ. കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂമൂലം ഞങ്ങൾ അണക്കുകയും നിന്റെ കൽപ്പന പ്രകാരം ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുകളുടെ കഠിന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യമായ ശത്രുക്കളുടെ അദൃശ്യഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണത്തിലും ചെന്ന് ചേരുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹായാക്കുകയും ചെയ്യണമേ. മോറോൻ വാലോഹാൻ ലവൽ മെൻ. ധന്യൻ മഷിഹാവാക്കാൽ മൃതരെ ഉയർപ്പിപ്പോൻ തൻ കൽപ്പന പാലിച്ചോർക്കായി തേജോ വസ്ത്രം നൽകിയിടും അവനെ. രാജ്യത്തെതിരേൽപ്പാൻ അവർ മേഘങ്ങളിലേറി വരും. അവനാനന്ദത്തോടാർക്കും വന്നേ കൈ കൊണ്ടിടുവിൻ. കൽപ്പന കാത്തോ കായ് മുമ്പേതാതൻ കരുതിടുമാ രാജ്യം. ബാർഘുമോ ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ മെന്നോലം വാദാമെന്നോലം ഒൽ വർഷിക്കട്ടെ. താതനയച്ചിട്ടാ ബാബേൽ തീച്ചൂളയിൽ ബാലന്മാരിൽ വീഴ്ത്തിയ ജീവപ്പാനി നീര മൃതിലോ ഗത്താകുലമേറും ഭവനങ്ങളിൽ മരുവുന്നോരിൽ നിന്നഭയത്തിൽ നേദ്രീതരാം ദാസൻ മാർത്തൻ പീഴ പോക്കിട്ട് അവകാശം നൽകിയിടേണം. ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ നിൻ ശരണേ മൃതനാം ദാസനുത്ഥാനം നവ്യത നൽകട്ടെ. ഇത് മൃതിയിൻ ദിവസം, വേദനയിൻ ദിവസം, പരിദേവന ദിവസം, കടുദിവസം നാഥ നൽകണമാശ്വാസം. ഏവരും ഒരു പോലീ മൃതി നുകരണമെന്നാൽ യൗവന മൃതി കൈപ്പാൽ കഠിനതരം നാഥ നൽകണമാശ്വാസം. സകലമർത്തിടുമാ മൃതി മുന്നറിവെന്നെ സത്വരമെത്തുകയാൽ ഇവനുത്ഥാനത്തിൽ നൽകണമാശ്വാസം. സഹജൻ രക്ഷിക്കാ സ്നേഹിതനുദകീടാം ഏവം വിഭിവചനം ക്രിയയാൽ നിറവേറി തുണനാദാ ചെയ്യുക. മൃതരാമുറ്റോർക്കായി കഷ്ടപ്പെടുവാനും നാശകനാം ഹൃദയെ ചൊല്ലിക്കരയാനും
ബാധ്യതയുണ്ടവനും. നാവുകളീന്നെല്ലാം സ്തോത്രം കർത്താവേ, നിന്നാൽ മൃതി ഉയരും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും. ആദാം നിജമക്കൾക്കേകിയ കാസാം ആമൃതിപാനീയത്തിനു കൈപ്പേറും പാനം ചെയ്യുവാൻ ആദാമിൻ ആത്മജരതുമുറയായി കൈമാറി. പൗലോശ്ലീഹ ധന്യൻ ചൊൽ കേട്ടേ നിദേവം, നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരാ വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിൻ ഉപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനത്തിൽ നിന്നും ആഹായി ബാരക്കുമോ. നീതിയോടെ ഹൃദയത്തെ ഉണർത്തുവീൻ, നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകളിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ലാതായിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുത്ഥാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചേക്കാം. പോഷ നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിൻ്റെയും യവത്തിൻ്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിൻ്റെയോ വെറും മണി മാത്രം. എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യൻ്റെ ശരീരമൊന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്ന്, ഭൗമികരുടെ തേജസ് മറ്റൊന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉത്ഥാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉത്ഥാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉത്ഥാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉത്ഥാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്നവനായ ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീകനല്ല ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവന് എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിക്കും. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, ജഡരത്നങ്ങൾക്കും സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നശ്വരമായതിനെ അനശ്വരതയെ അർഹിക്കാവുന്നതല്ല എന്നും ഞാൻ പറയുന്നു. ഇതാ ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം ഊതുമ്പോൾ കണ്ണുവയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുത്ഥാനം ചെയ്യുകയും നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യവും ധരിക്കുവാൻ പോകുന്നു. ആഹായി ബാരക്കുമോ. ഹല്ലേലൂയ്യോ ഹല്ലേലൂയ. പ്രീതിപ്പെട്ടിടണമേ അടിയാനിൽ, ഏറും കൃപയാലിവനെ രക്ഷിക്കാം. ഹല്ലേലൂയ. ബർഖുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ, ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷത്തിൽ നിന്ന്
വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിൽ ഉപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവൻ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചതിനെ വിശ്വസിക്കുന്നവൻ അത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അതിപ്പോൾ തന്നെയും ആകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കല്ലറയിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡന വിധിക്ക് വേണ്ടി പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടെന്ന് ഞാൻ കൽപ്പിച്ചരുൾ ചെയ്തു. ബാറക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറേലായുസോൻ എന്ന് ഏറ്റുചൊല്ലണം. കുറേലായുസോൻ. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെ സർവ്വജനങ്ങളുടെയും ദൈവമായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനവുമാകുന്നതിൽ വിശ്വസിക്കുന്ന ഇവന് നിത്യവനുണ്ട്. ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിന് ജീവനിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്ന അരുളിച്ചേതന മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്നവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവൻ്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണനായ തൻ്റെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ആകൽക്കരസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ പിതാവിന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ ഊർജ്ജത്തിൽ എത്തിക്കുമാറാകണമേ എന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരും ഒന്നിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരുവായും സ്തുതിക്കുകയും ചെയ്തക്കോണം. സന്തോഷപ്രദമായ നിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ഏറ്റുചൊല്ലണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. Dearly beloved, the face will be covered now for the funeral rites. In between, if anyone has come, you can pay homage. अगर प्रेयर के बीच में कोई आए हैं और अंतिम दर्शन करना चाहते हैं तो अभी उसका मौका है, क्योंकि इसके बाद इनके चेहरे पर कपड़ा लगा दिया जाएंगे. उसके बाद आप चेहरा नहीं दिख पाएंगे. ഇവന്റെ
അവനോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ശരണം നൽകും, സകലവരെ നൽകും. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. നിങ്ങളിൽ നിന്ന് പ്രിയരെ വിളിയുന്നേൻ സ്വീകരണം യും കൊണ്ടിഹ പോകും മൃതിവച്ചോൻ ധന്യൻ. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും. നിൻവരവധികൂടം എൻ കൃത്യങ്ങൾ ചിന്തിച്ചഞ്ചുന്നേൻ. സ്വീകൃതനാവാൻ എൻ പേർ കർത്തിപ്പിൻ. എന്നേക്കും ശ്ലോമോ നൽകിടുവിൻ. ഓർക്കിൻ പ്രിയരെ എന്നെ പ്രാർത്ഥനയിൽ. മൃതിയെ കഷ്ടം സാത്താനെ കഷ്ടം. നിങ്ങളുടെ ഭരണം മഷിഹാമായിക്കും. മിന്നലുടയോനാഗതനായിടും. മൃതരെഴുന്നേൽക്കും, സ്തുതിഗീതം പാടും. ശുഭമൊടുപോവിൻ, വാതിലടച്ചിടുവിൻ. കർത്താവ് വരും, വാതിൽ തുറന്നു തരും. മരണം മായും സൃഷ്ടാവിൻ ധ്വനിയാൽ മൃതരെഴുന്നേൽക്കും, സ്തുതിഗീതം പാടും. വേഗമുദിക്കും കർത്താവിൻ ദിവസം. പ്രതിയുരേൽക്കും, സംസ്കൃതൻ എഴുന്നേൽക്കും. ശ്രാപികൾ കുഴലൂതും, പറുദീസാദൻ അവകാശി വരിക. സംരക്ഷകനാമീശോയെ സ്തോത്രം. മൃതൃക്കൈയിൽ ജീവൻ തിരുവിഷ്ടം. നിൻ സ്ലീബായെ നമ്പ്യാത്മം. നിൻ വരവിങ്കൽ നിൻ കൃപ കാണേണം. നാഥാവിധിയിൽ നീ കൃപ ചെയ്തിടുവാൻ നിന്നെ നമിക്കുന്ന ആത്മശരീരങ്ങൾ. അപ്പോൾ സ്ഥാനം നീങ്ങിയ നിന്നൗക നിന്മയേറ്റോൻ നിന്നാദത്താൽ ഞാൻ ഉണർവോടുയർപ്പിൽ സ്തുതി പാടിയിടേണം. ജീവനിനാദം കേൾക്കും മൃതലോകം. കല്ലകരളിൽ നിന്നുയരും സ്തുതിഗീതം. അഭിനവ സൂര്യൻ കതിരൊളി വിതറിയിടും. പ്രാണപ്രദനെ മൃതിനിവഹം വാഴ്ത്തും. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാകമാരും പ്രധാന മാലാകമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും അൺമേനുമായി ഞങ്ങളും സ്തുതിച്ച് പറയുന്നു. ഞങ്ങൾ തന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സുരശബ്ദനൊക്കെ ഞങ്ങൾ കരയറ്റുന്നു. പിതാവിന്റെ പുത്രനും വചന ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന വൈശ്വനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിന് വൈശ്വനുമായുള്ളവേ, നിന്റെ ചെവിയായ ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത് ഭാഗത്ത് മുഖത്തോടെ ഇരിക്കുന്നവനെ ദേവതോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. വിശുദ്ധ റൂഹായുടെ കൂടെ യേശുമശിഹാ നീ മാത്രം പിതാവായ ദൈവത്തിന്റെ മുഖത്തിന് നിത്യമായ കർത്തവ്യമുള്ളവനുമാകുന്നു. എല്ലാ കാലം ഞങ്ങൾ ജീവനോടുക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സുരക്ഷിത കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമം മഹത്വമുള്ളതും നീ എന്നേക്കും മഹത്വങ്ങൾ പ്രാബല്യമുള്ളവനുമാകുന്നു. സ്തുനക്ക് യോഗ്യമാകുന്നു, മഹത്വനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെയും നിനക്കും ഏകപുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴെല്ലാ സമയത്തും എന്നേക്കും പോഴ്ചയാകുന്നു. ആമീൻ. മോറാനീശു മശീഹ, നിന്റെ കരുണയുടെ വാ ഞങ്ങളുടെ മുഖങ്ങളെ നീ അടച്ചു കളയരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാന്ന് ഏറ്റു പറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ മരണത്താ ഞങ്ങളുടെ മരണം മായ്ക്കപ്പെടുവാനായിട്ട്
നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ നിടയാരോട് രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ രക്ഷസവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്നുള്ളതാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിലകൊള്ളാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ദുരിതഫലമായ നമ്മുടെ കർത്താവായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നീ വർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിന്റെ അപേക്ഷയുള്ളമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും പിതാവ് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും ഇഷ്ടമില്ലാത്തവനും സാരാംശ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരാജ്യങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ പറയാമല്ലോ ശരീരയായി തുറന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുമാതിരുന്നവനും ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ അനുഗ്രഹിക്കുന്നതിനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പുത്രനിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും ശ്ലേഹന്മാരും സംസാരിച്ചവനുമായ ജീവന വിശുദ്ധമുള്ള റൂഹായിലും കാതലികവും സ്നേഹികവുമായ ഏകവിശ്വസയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമോ ഞങ്ങളെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കുമോർ സ്തോമൻ കാലസ് കുറിയലായിസോൻ. പുല്ലിന് തുല്യം നിറഞ്ഞിട നാളുകളോ ഹാലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ ബാറക്കുമോർ. മെൻ ഓലം വാദാമൽ ഓലം വൽ മീനാമീ. മരണമടഞ്ഞൊരു ദാസനിൻ ജീവസ്വരമതുണർത്തണമേ. കബറീനുദ്യാനത്തിൻ സ്തൗമൻ കാലസ്കുറിയലായിസോൻ. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവം ഹൃദര മേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്ന് അവനവനുയിരോടെരുന്നേറ്റു ഉയരും നിന്ന് സ്തുതി ചെയ്യുന്നു. മുറിയോറാഹിൻ മേലൈനുവാദാറിൻ മരമാതിനുവരെ കർത്താവേ കള്ളനു കിട്ടിയതിന്റെ വരം. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ നിന്റെ ഉർപ്പദോസിന്റെ ഇഷ്ടപുത്തനാക്കി അനുകൂലമാക്കണമേ. കർത്താവിന്റെ ആശ്രതയെക്കുറിച്ച് മരിച്ച് നിന്റെ വരവിനായി നോക്കി പാർക്കുന്ന ഞങ്ങളെ മരിച്ചൊരുന്നെ ആശപ്പെടുത്തണമേ. അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെ വഴിവരെ പാർപ്പിക്കണമേ. വന്ദനം വരുന്നവൻ മനുഷ്യനാകാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശരീരങ്ങൾ ആത്മാക്കളും ശരിയാൻ പറയുമാറാകണമേ. ആമീൻ. അറക്കുമോർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രനമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം ദൈവമാർത്താവയും എൻ്റെ സന്നിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയ പിതാവിൻ്റെ ആത്മാവിന്മേലും ദുഃഖാർത്തരായിരുന്ന കുടുംബാംഗങ്ങളുടെ മേലും ഇവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദാസന്മാരുടെ മേലും ഇപ്പോഴും നാളുണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.
വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുന്നത് പോലെ വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപ ഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള ദൈവിക കൽപ്പനയെ അനുസരിച്ചവരാണ് ഇവിടെ സന്നിധരായിട്ടിരുന്ന നിങ്ങളേവരും. പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ടി ഇവരുടെ ദുഃഖത്തിൽ ഇവരെ ആശ്വസിപ്പിക്കുവാനായും ഈ പിതാവിന് നല്ലൊരു യാത്രയപ്പ് നൽകുവാനുമായി പ്രതികൂലമായ കാലാവസ്ഥയെ പോലും അതിജീവിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് all the friends and dear ones who have reached over here in spite of this bad weather condition. On behalf of entire family, we would like to extend our heartfelt thanks and gratitude to all those who have gathered over here. ഇനിയുള്ളത് നമ്മുടെ സെമിത്തേരി നവലക്ക സെമിറ്ററിയിലുള്ള അവസാന ശുശ്രൂഷകൾ മാത്രമാണ് ഇനിയും മിച്ചമുള്ളത്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ മൃതശരീരം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകൾ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിനൊന്ന് ഞങ്ങളുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തിലുള്ള ശരണത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസന് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. കർത്താവ് ഇവന്റെ പാപങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ക്ലേശപൂർണ്ണമായ ലോകത്തിൽ വെച്ചും ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും
ദൈവം അയച്ചു കളയുകയും തൻ്റെ മഹാകരുണയാൽ അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. വാത്സല്യ സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുവിൻ. മരിച്ചവരുടെ സംസ്കാരം നീതികാരണം പ്രാപിക്കുവിൻ. മൃതനിന്ന കരുണ പിൻവലിക്കരുത്. വരുന്ന ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാഭവനത്തിൽ പോകുന്നതാണെന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രതികളുടെ നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന ദൈവികമായ തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തി നൽകട്ടെ. കർത്താവിന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടുപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമിശിഹാ നിങ്ങൾക്ക് ഉത്തരമരുളും. ഐശ്വര്യപൂർണ്ണമായ തന്റെ ശ്രീ ഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യം അനുഭവിച്ചു കൊള്ളുകയും നല്ല ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. പ്രാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ ദാസന്റെ പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവിനെ അവന്റെ വലതുഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്തതിനു മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ചതേ സ്ഥാനത്ത് തന്നെ അവന്റെ വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ ശരണത്തിന് എതിരാപിച്ചിരിക്കുന്ന തന്റെ ദാസനാരാധനമായ ഇവനെ കൃപയോടെ ആശ്വസിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. പരകുമൂർ ആകാശത്തെയും ഭൂമിയിൽ ചേർക്കാനോ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ഈ ശവസംസ്കാര സൂക്ഷിച്ച് നിങ്ങൾ പ്രസംഗിച്ച് നിങ്ങളെവരും ദൈവമാർക്കോ വാഴ്ത്തി ബന്ധപ്പെടുമാറാകട്ടെ. ദൈവമാർക്കോ നിങ്ങൾക്ക് വിശ്വാസികളായ സകല വാങ്ങിപ്പോകുന്ന പാപപരിഹാരം നൽകുമാറാകട്ടെ. പിതാമത്തിന് പരിശുദ്ധമായ അവരുടെ സ്വർഗീയ സിംഹാസനമായ പ്രാർത്ഥന കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ട മഹത്വമാറാകട്ടെ. ആബുറുഹു നാദീഷു മോശവും മമ്മി കാണും. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പാർത്തദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മർത്യർ
സ്വർഗസിയോൻ പുരിയിൽ ചെന്നു ചേരും വേഗമവർ. സ്വർഗസിയോൻ പുരിയിൽ വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ